കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. കണ്ണടച്ച് പോയി എന്താ ആരാണ് സുധി? എന്റെ പൊന്നോ, അനീഷും രേണുവും തമ്മിൽ തകർപ്പൻ അടിയാണ്. അപ്പൊ അതില് ഒരാള് ഒരു എനർജി മൊത്തം എടുത്ത് വഴക്ക് കൂടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? രേണുവിന്റെ എനർജി മുഴുവൻ എടുത്താണ് അനീഷിനോട് വഴക്ക് കൂടുന്നത്. അത് കണ്ടാൽ അറിയാം രേണുവിന്റെ മുടി അടക്കം എഴുന്നേറ്റ് നിന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഈ ഒരു ലൈവ് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. സംഭവം വേറൊന്നുമല്ല, അനീഷിന് കുറച്ച് ചൊറിയുന്ന സ്വഭാവം ഓൾറെഡി ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. രേണു കണ്ണ് അടച്ച് കിടക്കുന്നത് കണ്ടു. അതും പറഞ്ഞിട്ടാണ് ഈ വഴക്ക് തുടങ്ങണേ. അപ്പോൾ രേണു അല്ല എന്ന് പറഞ്ഞിട്ട് അതിനെ എതിർക്കുന്നുണ്ട്. അനീഷ് പറയുന്നുണ്ട് പട്ടി കുരയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നതെന്നുള്ളത് അനീഷും പറയുന്നുണ്ട്. രേണുവിൻ്റെ മട്ടും ഭാവം കണ്ട അനീഷിൻ്റെ ഇപ്പോൾ ഒരെണ്ണം കൊടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും. കാരണം അങ്ങനെയാണ് രേണു, അത്രയ്ക്ക് കലിതുള്ളിയാണ് രേണു നിൽക്കുന്നത്. ഇതിനിടയ്ക്ക് രേണു പറയുന്നുണ്ട് അനീഷ് എന്നെ നീന്ന് വിളിക്കാൻ പാടില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് അനീഷ് ചെന്നിട്ട് രേണുവിനെ നീന്ന് ഇങ്ങനെ അടുപ്പിച്ച് വിളിക്കുന്നുണ്ട്. ഇതും കൂടി കേട്ട് കഴിയുമ്പോഴത്തേക്ക് രേണുവിൻ്റെ കൺട്രോൾ അങ്ങ് പോകുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പം രേണു അനീഷിനെ എടുത്തിട്ട് അടിക്കുന്നു തന്നെ നമ്മൾ വിചാരിക്കും. ചുറ്റും കൂടി നിൽക്കുന്നവരെല്ലാം ഇതെന്താണെങ്കിലും നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. കുറേ പേര് ഇവരുടെ വഴക്ക് കേട്ട് ചിരിക്കുന്നുണ്ട്. അനുമോളാണെന്നെങ്കിൽ അവിടെ കിടന്ന് പല പോസുകൾ ഇട്ട് കാണിക്കുന്നുണ്ട്. ചാടുന്നു, കുത്തിമറിയുന്നു, അങ്ങനെ എന്താണ്ടൊക്കെ അനുമോളും കാണിക്കുന്നുണ്ട്. പക്ഷേ രേണു വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഒച്ചയങ്ങ് വെച്ചിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2-3 ദിവസം കൂടി രേണു എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ഈ ഒരു രീതിയിൽ കാറി പൊളിക്കുകയാണെന്നുണ്ടെങ്കിൽ രേണുവിൻ്റെ ഒച്ച അടയാൻ തന്നെയാണ് ചാൻസ്. അപ്പോൾ പറഞ്ഞു വന്നതുപോലെ ഈ രേണു അനീഷിനോട് പറയുന്നുണ്ടല്ലോ അനീഷ് എന്നെ നീന്ന് വിളിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പം എന്നിട്ട് അനീഷിനോട് രേണു പറയുന്നുണ്ട് എൻ്റെ പേര് രേണു എന്നാണ്, മൈക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് രേണു സുധി, നിങ്ങൾക്ക് എന്നെ സുധീന്ന് വിളിച്ചില്ലെങ്കിൽ രേണു സുധീന്ന് വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, രേണു എന്ന് വിളിക്കാമെന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് അനീഷ് ചോദിക്കുന്നുണ്ട് ആരാണ് രേണു, ആരാണ് സുധി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോഴത്തേക്ക് രേണുവിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ പോയി. മരിച്ചവരെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ എന്ന് കരുതിയിട്ട് രേണു എഴുന്നേൽക്കുന്നുണ്ട്. അതേ സമയം തന്നെ ഹൗസിലുള്ള മറ്റ് അംഗങ്ങളും പറഞ്ഞു ചുമ്മാ മരിച്ചു പോയവരെ ഇതിലേക്ക് വലിച്ചഴക്കരുതെന്നുള്ള അവിടെയുള്ളവരും പറഞ്ഞു. വളരെ നല്ല കാര്യം. ഒരു പ്രശ്നം നടന്നിട്ട് ആവശ്യമുള്ള കാര്യത്തിന് ആദ്യമായിട്ടാണ് അവിടെയുള്ള മറ്റുള്ളവർ വാ തുറക്കുന്നത് കാണുന്നത്. രേണു കുറച്ച് മുന്നേ അവിടെ കട്ടിലയിലിരുന്ന് ഭർത്താവിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ സുധിച്ചേട്ടൻ മരിച്ചു പോയതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ വില അറിയുന്നത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ സുധി നിയമപരമായി അവരുടെ ഭർത്താവാണ്. അത് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഈ സമൂഹം അവർക്ക് കൊടുക്കുന്നില്ല. സുധി മരിക്കും വരെ അവർ ഡിവോഴ്സ് അല്ലല്ലോ. ഇപ്പോൾ ഡിവോഴ്സ് ആയ ആ കുട്ടി പോലും മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാനും ഭാര്യയായിരുന്നു എന്നും വന്ന് ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും എന്തും പറയാം, ആർക്കും കൊട്ടാവുന്ന ഒരു ചെണ്ട പോലെയാണ് രേണു എന്നുള്ള രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. അവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. സ്വന്തം കുടുംബത്തിലെ സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഈ പറയുന്നവർക്കൊക്കെ മനസ്സിലാകുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. രേണു ഈ സുധിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത് ഷാനവാസിൻ്റെ അടുത്തും നോറയുടെ അടുത്തുമാണ്. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇപ്പം ആൾക്കാർ പറയുന്നു വിധവാ കാർഡ് പൊളിച്ചു കൊടുത്തപ്പോൾ സുധി കാർഡുമായിട്ട് ഇറങ്ങാൻ തുടങ്ങി എന്നൊക്കെ. ഇപ്പം എന്താണെങ്കിലും അവിടെ ഹൗസിലുള്ളവർ അവരവരുടെ അമ്മേനെക്കുറിച്ചും ഭാര്യമാരെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നത് പോലെ തന്നെ രേണുവിനും അവകാശമില്ലേ സ്വന്തം ഭർത്താവിനെ കുറിച്ച് പറയാൻ വേണ്ടി. പിന്നെ ഒരു കാര്യം പറയാതെ വയ്യ കേട്ടോ, രേണു വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് പ്രത്യേകിച്ച് ഒരു കണ്ടന്റും കാര്യങ്ങളും ഒന്നും രേണുവിനില്ല. ഈ വഴക്കുണ്ടാക്കുമ്പോൾ കുറേ അലമുറി ഇട്ട് ഒച്ചയിടാന്നല്ലാതെ പ്രത്യേകിച്ചൊന്നും രേണുവിൻ്റെ കയ്യിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല.